ഇന്നലെ പാതിരാത്രി രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തു. നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയം സാധാരണ തെരഞ്ഞെടുപ്പ് സമയത്താണ് ഏറ്റവും കൂടുതൽ കത്തി നിന്നത്. അതിനുശേഷം അതിൽ വലിയ നീക്കങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെയാണ് അറസ്റ്റ് ചെയ്യുന്നത്. അത് മൂന്നാമത്തെ പരാതിയുടെ പേരിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യുന്നത്. ഇതിന്റെ അകത്ത് ഈ അറസ്റ്റ് ചെയ്തു, നമ്മൾ എപ്പോഴും പറയുന്ന പോലെ രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുലിനെ ശിക്ഷിക്കപ്പെടണല്ലേ, രാഹുലിന് കിട്ടാവുന്ന പരമാവധി ശിക്ഷ ലഭിക്കണം എന്ന് പറയുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, പരാതിക്കാരി സ്വയമേ ഒരു പരാതി കൊടുക്കുന്നു, അതിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു എന്നതിനപ്പുറം എന്താണ് വ്യക്തമായ പ്ലാനോട് കൂടി വന്ന പരാതിക്കാരി പ്ലാൻ ചെയ്തു എന്നല്ല, ഇതിൽ പോലീസും പരാതിക്കാരിയും തമ്മിൽ വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. കാര്യം പരാതി മെയിലായി കിട്ടുന്നു, പോലീസിന് പരാതിയുടെ മെയിൽ വരുന്നു, പോലീസ് രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നു. കാര്യം എന്താണ്, സാധാരണഗതിയിലെ പോലെ രാഹുല് ജാമ്യാപേക്ഷ കൊടുക്കുകയും ജാമ്യം രാഹുലിന് കിട്ടുമെന്ന ഉറപ്പ് അവർക്കുള്ളതിന്റെ പേരിലാണ് അത്തരം ഒരു അറസ്റ്റ് ഉണ്ടായെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ചേച്ചിക്ക് എന്ത് തോന്നുന്നു? ഇതിലിപ്പോ ഈ ഒരു വിഷയം ഇപ്പൊ തുടങ്ങിയിട്ട്, ഈ വിഷയം കേരളം ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. ഇതിലെ ഒരു പ്രധാന പ്രശ്നം എന്തെന്നറിയാമോ? ഇത് രാഹുലിന് അനുകൂലമല്ല, രാഹുലിനെ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നതിനെതിരെ നമ്മൾ സംസാരിച്ചാൽ നമ്മളെല്ലാം ഒരു വേട്ടക്കാരന്റെ കൂടെ എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടും. അതേസമയം മറിച്ച് ഇപ്പുറത്തെ വശത്ത് ഇരയുടെ ഒപ്പം നിൽക്കുവാണെങ്കിൽ ഇരയുടെ ജെനുവിനിറ്റി അത് നമ്മൾ ചോദ്യം ചെയ്യപ്പെടും. ഇങ്ങനെ രണ്ട് വിഷയമുണ്ട്. ഇത് ഏതിന്റെ കൂടെ നിൽക്കണം എന്നുള്ളത് കേരള സമൂഹം തന്നെ കൺഫ്യൂഷനിലാണ്. ഇത് യഥാർത്ഥത്തിൽ രാഖി രാമാനം പോയി പോലീസ് പതിയിരുന്ന് PAയും ഡ്രൈവറും അവരെല്ലാം പോയതിനു ശേഷം ചാടി വീണ് അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഇവിടെ ഈ കേരളത്തിലെ ഏറ്റവും വലിയൊരു കേസാണോ ഇത്? അല്ല. ഈ റോഡിലിട്ട് പീഡിപ്പിച്ചാണോ? ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിച്ച് അങ്ങനത്തെ ഒരു പരാതിയാണോ? അല്ല. അല്ല. ഈ ഒരു പരാതിക്ക് പിന്നിൽ രാഷ്ട്രീയമായ സ്വാധീനമുണ്ട് എന്നുള്ളത് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാക്കാനേ ഉള്ളൂ. പിന്നെ ഇത് പറയുമ്പോൾ ഒരിക്കലും രാഹുൽ ഒരു വുമണൈസർ ആണ്, അല്ലെങ്കിൽ പതിയിരുന്ന് പ്ലാൻ ചെയ്ത് സ്ത്രീകളെ തന്റെ വലയിലാക്കി പീഡിപ്പിക്കുന്നു, അയാൾ ഒരു സൈക്കോ ആണ് എങ്കിൽ അയാൾ ഒരിക്കലും നിയമത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകണമെന്നോ അയാളെ ന്യായീകരിക്കുന്നതോ ഒരിക്കലുമല്ല. പക്ഷേ ആ കേസിനെ ഇവിടെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു രീതി, ഇത് കൊണ്ടുവരുന്നത് തന്നെ ഒരു പ്രത്യേക ചാനൽ പ്രത്യേക ലക്ഷ്യത്തോടു കൂടി ഒരു രാഷ്ട്രീയ ആയുധമാക്കിയിരിക്കുന്നത്. ശരിക്കും മുൻപൊരു ചർച്ചയിൽ ഞാനിത് പറഞ്ഞിരുന്നു. ഇത് യഥാർത്ഥത്തിൽ ആ ഇരയ്ക്ക് നീതി കിട്ടുക എന്നുള്ളതല്ല ലക്ഷ്യം. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരു രാഷ്ട്രീയക്കാരനെ ഇല്ലാതാക്കുക എന്നതാണ് ഇതിന്റെ ഒരു പ്രൈം ലക്ഷ്യമെന്ന് പറയുന്നത്. അവിടെയാണ് ഒരു എതിർപ്പുള്ളത്. അല്ലാതെ ഇപ്പൊ എത്രയോ കേസുകൾ ഇവിടെ ഉണ്ട്, പരാതികൾ കൊടുക്കുന്നു ആൾക്കാര്, അതൊക്കെ വെറുതെ മന്ദഗതിയിൽ അന്വേഷണം പോകുന്ന എത്ര പെൺകുട്ടികളെയാണ്. അല്ലേ ചേച്ചി, നമുക്കറിയാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ പീഡന കേസുകൾ അല്ലെങ്കിൽ സ്ത്രീ പീഡന കേസുകൾ ഒരുപാടാണ്. ഈ പറയുന്ന പോലെ ഇതിപ്പോ രണ്ടുപേരുടെ സമ്മതപ്രകാരം അതിലെനിക്കൊരു വിരുദ്ധ അഭിപ്രായമാണ്. ഞാൻ ഇപ്പൊ പറഞ്ഞത് രാഹുലിന്റെ പക്ഷം പറയുന്ന ഒരു കാര്യമാണ് പറഞ്ഞത്. ഇപ്പൊ രണ്ടുപേര് സമ്മതത്തോടെ എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും സമ്മതത്തോടെ രണ്ടുപേര് തമ്മിൽ ഇഷ്ടത്തിലാവുന്നു. ഇനിയിപ്പോ അത് വിവാഹിതയാണോ വിവാഹിതനാണോ അവിവാഹിതനാണോ അത് അവിടെ ബാക്കി, അത് പിന്നീട് ആ ഒരു സദാചാര മൂല്യം അവിടെ നിൽക്കട്ടെ. ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ അടുപ്പത്തിലാവുന്നു, അവർ തമ്മിൽ സ്നേഹം ഭയങ്കര അടുത്ത സ്നേഹമാവുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു പ്രോസസ്സാണ് അവരുടെ ശാരീരിക ബന്ധം എന്ന് പറയുന്നത്. ആ സ്നേഹത്തിന്റെ ഏറ്റവും ടോപ്പിൽ അവർ അങ്ങനെ ആവുന്നതാണ്. അപ്പൊ അത് ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും പരസ്പരം ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് അവർ തമ്മിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടാകുന്നത്. ആ വിശ്വാസം അത് സ്ത്രീ ആയാലും പുരുഷനായാലും ആ ഒരു ബന്ധത്തിന് ശേഷം അവരുടെ നിലപാട് മാറ്റുക, അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആവുക. ആ ഒരു ബന്ധം കഴിയുമ്പോഴേക്കും അതിനു മുന്നേ വരെ പറഞ്ഞിരുന്ന പഞ്ചാര വാക്കും നല്ല വാക്കുകളും വാഗ്ദാനങ്ങളും എല്ലാം മറന്ന്, ഇത് ഞാൻ പറഞ്ഞ സ്ത്രീ ആയാലും പുരുഷനായാലും, സ്ത്രീകൾ മാത്രമല്ല ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നത്. ഇന്ന് ഞാൻ കണ്ടൊരു ആൺകുട്ടി ഉണ്ടായിരുന്നു, അവനെ ഒരു സ്ത്രീ ഇതുപോലെ ബന്ധം അത് കഴിഞ്ഞിട്ട് അവൾ കൈയൊഴിഞ്ഞു, അവളത്തെ അടുത്തൊരാളിനെ പ്രേമിക്കാൻ പോയി. അപ്പൊ ആ പുരുഷൻ ഒരുപാട് ട്രോമയിലാണ്. അപ്പൊ അവിടെ പോയി ഇവന് പരാതി കൊടുക്കാൻ കഴിയോ? അവൻ എവിടെ പോയി പരാതി പറയാനാണ്? അപ്പൊ സ്ത്രീ ആയാലും പുരുഷനായാലും ഇതൊരു വിശ്വാസ വഞ്ചനയുടേതാണ്. സദാചാര മൂല്യത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ രാഹുലിന്റെ കേസിലെല്ലാം വിവാഹിതയായ സ്ത്രീകളാണ് പരാതിയുമായി വന്നിരിക്കുന്നതെല്ലാം. അല്ലേ ചേച്ചി, അതിൻ്റെ അകത്ത് ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് പറഞ്ഞാല് ഈ പറയുന്ന പോലെ രണ്ടുപേരുടെയും സമ്മതത്തോടു കൂടിയുള്ള സെക്ഷൽ റിലേഷൻ ഞാൻ പറയാൻ വന്നതല്ല. ഈ പറയുന്ന പോലെ നമുക്കറിയാം 18 വയസ്സുള്ള അല്ലെങ്കിൽ 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾ അവരുടെ അറിവില്ലാതെ അധ്യാപകരടക്കം കേരളത്തിൽ
കേരളത്തിൽ പീഡിപ്പിച്ചിട്ടുണ്ട്. അന്നൊന്നും കേരള പോലീസ് ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ ക്രൂരമായി പീഡിപ്പിച്ച കതിരൂർ, സൂര്യനെല്ലി, ഇങ്ങനെ എന്തെല്ലാം പ്രമാദമായ കേസിൽ ഇവിടെ ഉള്ള VIP-കൾ, പാർട്ടിയിലെ ഉന്നതർ വരെ ഉൾപ്പെട്ട എത്ര കേസുകളാണ് ഇവിടെ ഉള്ളത്. അന്നൊന്നും എടുക്കാത്തൊരു നിലപാട് ഈ വിഷയത്തിൽ എടുത്തില്ലേ എന്ന് ഞാൻ ചോദിക്കുന്നുള്ളൂ. പോലീസ് ഇതിനു മുന്നുള്ള 2 കേസിൽ അയാൾ മുൻകൂർ ജാമ്യം എടുത്തിരുന്നു. എന്തുകൊണ്ടായിരിക്കും അയാൾക്ക് മുൻകൂർ ജാമ്യം കിട്ടിയത്? അയാള് തെറ്റ് ഈ പറയുന്ന പോലെ എന്താണ് ഉഭയസമ്മത പ്രകാരമുള്ളതായത് കൊണ്ടായിരിക്കും അയാൾക്ക് ജാമ്യം കിട്ടിയത്. ഈ ഒരു പരാതിയെ കുറിച്ച് അയാൾക്ക് ബോധ്യമുണ്ടായിരുന്നെങ്കിൽ അയാൾ ഇതിനും അതാണ് ഞാൻ പറഞ്ഞത് ചേച്ചി. ഇതിന്റെ അകത്ത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ പറയുന്ന പോലെ ഈ ഇര എന്ന് പറയുന്ന അല്ലെങ്കിൽ 3ാമത് പരാതി നൽകിയ പെൺകുട്ടി അല്ലെങ്കിൽ സ്ത്രീ എന്തുകൊണ്ട് ഇത്രയും ദിവസം ഈ സംഭവം കഴിഞ്ഞു രാഹുലിനെ ഭയന്നിട്ടാണെന്ന് ഒരു പക്ഷം പറയുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ആദ്യത്തെ പരാതി വന്നു, 2ാമത്തെ പരാതി വന്നു. ഇതെന്താണ് ഈ ആദ്യത്തെ പരാതി വന്ന് 2 ആഴ്ച കഴിഞ്ഞ് അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞ് അടുത്ത പരാതി? ഇതെന്താ ഓരോ മാസം കഴിയുമ്പോഴാണ് ഇവർ പരാതി കൊടുക്കുന്നത്? അപ്പോഴാണോ ഈ ഇര എന്ന് പറയുന്ന ആൾക്ക് എന്താണ് ധൈര്യം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പൊതുസമൂഹത്തോട് പറയാൻ തോന്നുന്നത്? ഇപ്പൊ ശരിക്കും പെട്ടുപോകുന്നത് ആരാണെന്ന് അറിയാമോ? യഥാർത്ഥത്തിൽ ഈ വഞ്ചിക്കപ്പെടുന്ന പാവം സ്ത്രീകളുണ്ട്, യഥാർത്ഥ ഇരകൾ. അത് രാഹുലിന്റെ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. രാഹുൽ എന്ന് പറയുന്ന ഈ സമൂഹത്തിലെ ഒരു പുരുഷന്റെ ഒരു പ്രതീകമായിട്ടാണ്. പുരുഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും രാഹുൽ എന്നല്ല. 2 തരമുണ്ട് പുരുഷന്മാർ. ബന്ധങ്ങൾക്ക് അത്രയും വാല്യൂ കൊടുത്ത് അങ്ങനെ ബന്ധങ്ങളെ സമീപിക്കുന്ന, വാക്കുകൾക്ക് വില കൊടുക്കുന്ന ശുദ്ധന്മാരായ പുരുഷന്മാർ. അതേപോലെ തന്നെ സ്ത്രീകളുമുണ്ട്. ഇതുപോലെ ഇതിനൊന്നും ഒരു വാല്യൂവും കൊടുക്കാതെ നാർസിസ്റ്റിക് ആയിട്ടും സൈക്കോ അവരുടെ ഇഷ്ടങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്ത് മറ്റുള്ളവരുടെ വേദനകൾക്ക് പ്രാധാന്യം കൊടുക്കാതെ അതിന് ഒരു മൂല്യവും കൊടുക്കാതെ അവനവന്റെ കാര്യം മാത്രം ചിന്തിച്ച് നടക്കുന്ന പുരുഷന്മാര്, സ്ത്രീകളുണ്ട്. ഇതിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പറയുന്ന ആരോപണങ്ങളെല്ലാം ശരിയാണ് എങ്കിൽ ഈ പറഞ്ഞ 2ാം ഗ്രൂപ്പിൽ വരുന്നതാണ് ഈ രാഹുൽ. അങ്ങനെ വരുന്ന ഒരു കൂട്ടം പുരുഷന്മാരുടെ പ്രതീകമായിട്ട് തന്നെ നമുക്ക് ഈ രാഹുലിനെ കാണാൻ കഴിയും. ഇപ്പൊ രാഹുൽ ഈ പറയുന്നത് ശരിയാണ് എങ്കിൽ രാഹുൽ ടാർഗറ്റ് ചെയ്തത് ആരെയൊക്കെയാണ്? വിവാഹിതരായ സ്ത്രീകളെ. അപ്പൊ എന്താ തലയിലാവില്ല? നൈസായിട്ട് ഇവിടെ ആൾക്കാർ പറയുന്നേക്കും, കല്യാണം കഴിഞ്ഞവരെ നോക്കിയാൽ അത് തലയിലാവില്ല എന്ന്. അപ്പോ ഈ സ്ത്രീകൾ അവരെ ട്രസ്റ്റ് ചെയ്യാണ്, വിശ്വസിച്ചു പോകുന്നു. ഇപ്പൊ ഈ പറയുന്ന അയാൾ ഒരു സൈക്കോ, ഈ സ്ഥിരം ഒരേ പാറ്റേണിലാണ് അയാൾ സ്ത്രീകളെ അപ്രോച്ച് ചെയ്യുന്നത്. അയാൾക്ക് കുഞ്ഞു വേണമെന്ന് പറയുന്നു, എന്നിട്ട് അയാൾ അവരുമായി ബന്ധപ്പെടുന്നു, ഗർഭിണി ആയാൽ അത് അബോർട്ട് ചെയ്യുന്നു. ഇതെല്ലാം അയാളുടെ ഒരു സ്ഥിരം പാറ്റേൺ ആയിട്ട് ഈ പറയുന്നത് ഒരു കൃത്രിമമായി ചമച്ചെടുത്ത കഥയാണ് എങ്കിൽ ആ ഒരു ചെറുപ്പക്കാരനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. മറിച്ച് ഇത് സത്യമാണ്, ഈ പറയുന്ന സ്ത്രീകളെല്ലാം നമുക്ക് വിശ്വസിക്കാൻ കഴിയും എങ്കിൽ, ഇപ്പം സ്ത്രീ ആയതുകൊണ്ട് പറഞ്ഞതെല്ലാം സത്യമാവണമെന്നില്ല. കള്ളം പറയുന്ന സ്ത്രീകളും ഉണ്ട്, പുരുഷന്മാരും ഉണ്ട്. അപ്പൊ ഇതിൽ എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയില്ല. അയാൾ അങ്ങനെ ഒരു പാറ്റേണിലൂടെ, സ്ഥിരം പാറ്റേൺ, നമ്മൾ ഈ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണുന്നത് പോലെ അങ്ങനെ ഒരു സൈക്കോ ആണ് എങ്കിൽ അയാൾ കൃത്യമായി ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. അയാൾക്ക് ഈ രാഷ്ട്രീയ പ്രവർത്തകനാകാനുള്ള യാതൊരു അർഹതയുമില്ല എന്ന് തന്നെ. ഇനി രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ രാഹുലിന് കിട്ടേണ്ട പരമാവധി ശിക്ഷ കിട്ടണം, ഇതിലൊന്നും തർക്കമില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇതെന്തുകൊണ്ട് ഓരോ തവണ മറ്റേ ഇൻസ്റ്റാൾമെന്റ് പോലെ പരാതികൾ വരുന്നു? EMI ആയിട്ടാണ്. അല്ല, ഇപ്പൊ ശബരിമല ഞാൻ പറയട്ടെ, ഇപ്പൊ 3 പരാതി നിലവിൽ വന്നു. തെരഞ്ഞെടുപ്പിന് മുൻപ്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇനിയും നമ്മൾ തന്നെ മുമ്പ് ഒരു ചർച്ചയിൽ പറഞ്ഞിരുന്നു, ഇത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഇവർ പുറത്തു വിടുന്നതാണ്. ശബരിമലയിൽ ഇപ്പം തന്ത്രി പിടിയിലായി, ഇനി അടുത്ത് എന്താണ് പുറത്തു വരുന്നത്? ഇപ്പൊ ആൾക്കാരെല്ലാം തന്ത്രി പിടിയിലായി, ഇനി മന്ത്രിയോ എന്നൊക്കെ ചോദ്യങ്ങൾ ഉയരുമല്ലോ. അപ്പൊ അതിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് ഈ പരാതി അവിടെ വെച്ചിരുന്നു, അവിടെ റെഡിയാക്കി നിർത്തിയേക്കണം. ഈ നാടകത്തിലൊക്കെ മറ്റ് ആൾക്കാരെ തയ്യാറാക്കി നിർത്തിയിരിക്കുന്ന മെയിൻ ആൾക്ക് എന്തെങ്കിലും പറ്റുമ്പോൾ അടുത്ത ആളെ കയറ്റി വിടുന്ന പോലെ, അല്ലെങ്കിൽ ക്രിക്കറ്റിലൊക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറക്കുന്ന പോലെ ആൾക്കാരെ അവിടെ റെഡിയാക്കി നിർത്തിയേക്കുവാണ്. അപ്പൊ സമയമാവുമ്പോ അടുത്തിറക്കുക. അല്ല, ഇവർക്കറിയാം. ഇപ്പോ ഇന്ന് രാവിലെ ഒരു ഉദാഹരണത്തിന്, ഇന്ന് രാവിലെയാണ് പോലീസിന്റെ പരാതി കൊടുക്കുന്നതെങ്കിൽ രാഹുൽ തീർച്ചയായും കോടതിയെ സമീപിക്കും, രാഹുലിന് ജാമ്യം കിട്ടും, അതിൽ യാതൊരു തർക്കവും ഇല്ല. ആ സാഹചര്യത്തിലാണ് ഇന്നലെ രാത്രി പരാതി പോലീസിന് മെയിൽ ചെയ്യുന്നു, അപ്പൊ തന്നെ പോലീസ് ഒന്ന് അറസ്റ്റ് ചെയ്യുന്നു. രാഹുലിന് ഒരു സൂചന പോലും കിട്ടിയിട്ടില്ല പരാതി കൊടുക്കുമെന്നുള്ള തലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതിന് ഇരയോടൊപ്പം നിൽക്കുക, ഇരയ്ക്ക് വേണ്ടി സംസാരിക്കുക, ഇരയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നതിനൊക്കെ അപ്പുറം ഏത് വിധേനയും ശ്രദ്ധ മുഴുവൻ രാഹുലിലേക്ക് കേന്ദ്രീകരിക്കുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രാധാന്യം രാഹുലിന്, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനെ പി വിജയ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ പറയുന്ന പോലെ CPM-ന്റെ ഒരു സൈബർ പേജിൽ ഞാൻ കണ്ടതാണ്, വിളിക്കടാ എടോ വിജയ എന്ന്. അപ്പൊ ഇപ്പോഴും അവരുടെ ഉള്ളിലെ പക എടോ വിജയ എന്ന് വിളിച്ചതാണ്, അല്ലെങ്കിൽ ഇരയ്ക്ക് വേണ്ടിയല്ല നിൽക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഒരിക്കലും ഇരയ്ക്ക് നീതി കിട്ടുക എന്നല്ല ഈ ഇതിന്റെ പിന്നിലുള്ള ഇന്റൻഷൻ എന്ന് പറയുന്നത്.
പൊതിച്ചോറിനെ പറഞ്ഞവൻ ഇത് തന്നെ കിട്ടണം, അവരെല്ലാം പക വീട്ടുന്നതാണ്. അല്ലാതെ യഥാർത്ഥത്തിൽ ഇത് ഇരയ്ക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല. പിന്നെ മറ്റൊരു കാര്യം, ഈ ഇപ്പോഴത്തെ പരാതിയിൽ ആ റൂം എടുത്തത് ആ സ്ത്രീയുടെ പേരിലാണ് എന്ന് പറയുന്നു. അപ്പൊ ഒന്നുകിൽ അത് ട്രാപ്പിലാക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം അവര് ട്രാപ്പിലാക്കിയതാണ് രാഹുലിനെ. അതല്ലെങ്കിൽ രാഹുൽ കാഞ്ഞ ബുദ്ധി, എന്താണ്, സ്ത്രീയുടെ പേരിൽ റൂം എടുപ്പിക്കുക. ഇപ്പം സ്നേഹത്തിലായിരിക്കുമ്പോൾ നീ നിന്റെ പേരിൽ ബുക്ക് ചെയ് എന്ന് പറഞ്ഞ് രാഹുലിന്റെ കാഞ്ഞ ബുദ്ധിയാണോ അതെ മറ്റാരുടെയെങ്കിലും കാഞ്ഞ ബുദ്ധിയാണോ? ഈ മലയാളികളെയെല്ലാം വിഡ്ഢികളാക്കിക്കൊണ്ട് ഇവിടെ എന്തൊക്കെയോ നാടകങ്ങൾ നടക്കുന്നു എനിക്ക് പറയാം. അല്ല ചേച്ചി, അതിൻ്റെ അകത്തൊരു കാര്യമുണ്ട്. രാഹുൽ തെറ്റുകാരനാണെന്നിരിക്കട്ടെ, രാഹുൽ ഇത് ഈ 3 പരാതിയും ജെനുവിനാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം, രാഹുൽ ഒരു സെക്ഷുവൽ സൈക്കോയാണ്. അതെ, അതൊന്നാമത്തെ. 2, രാഹുലിന് കക്കാനും നിക്കാനും അറിയാവുന്ന ആളാണ്. അങ്ങനെ രാഹുൽ തെറ്റ് ചെയ്തു. ആദ്യത്തെ പരാതി ജെനുവിനാണെങ്കിൽ എന്തുകൊണ്ട് ആദ്യത്തെ പരാതിയിൽ രാഹുൽ കുടുങ്ങിയില്ല, രണ്ടാമത്തെ പരാതിയിൽ കുടുങ്ങില്ല? ഈ 14 ദിവസം റിമാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ പരാതിയിലും രാഹുൽ കുടുങ്ങില്ല. കാര്യം രാഹുൽ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ രാഹുലിനെതിരെ ഇവർ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ രാഹുലിനറിയാം. അതെങ്ങനെ തിരിച്ചു പറഞ്ഞാൽ അല്ലെങ്കിൽ എന്ത് പറഞ്ഞാൽ അത് അവർക്കെതിരെ ആക്കാമെന്നുള്ള തലത്തിലാണ് രാഹുൽ ഈ പരിപാടി പ്ലാൻഡ് ആയിട്ട് തന്നെ ആയിരിക്കും. ഒന്നുകിൽ രാഹുൽ വളരെ പ്ലാൻഡ് ആയിട്ടാണ് ഇപ്പൊ ഇത് നിയമവിദഗ്ധർ പറയുന്നത്, ഇപ്പൊ ഈ കേസ് ആയാലും ശരി നിലനിൽക്കില്ല. അപ്പൊ അവരുടെ പരാതി നിലനിൽക്കില്ല, ഉഭയസമ്മതപ്രകാരം തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ച് വിവാഹിതയായ സ്ത്രീയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്നത് നിലനിൽക്കില്ല. അങ്ങനെ ഒരുപാട് നിയമവശങ്ങളുണ്ട്. പക്ഷേ ഇയാളെ രാഖ്യരാമാനം പോയി പിടിച്ച് ജയിലിലാക്കുക എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള സൈബർ ഇടങ്ങളിൽ സൈബർ സഖാക്കന്മാർക്ക് ആഘോഷിക്കാനുള്ള ഒരു വകയാണ്. മാത്രമല്ല ഇവിടെ ഒരുപാട് കാര്യങ്ങൾ മറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഓളം സൃഷ്ടിക്കുക എന്നതിലപ്പുറം ഇതിലൊന്നും നടക്കാൻ പോകുന്നില്ല. ഇതോടെ ഈ നാട്ടിലെ ഇപ്പൊ ഈ രാഹുൽ യഥാർത്ഥത്തിൽ അങ്ങനത്തെ ഒരാൾ വുമണൈസർ ആണ്, പെണ്ണുങ്ങളെ പറ്റിച്ച് ജീവിച്ച് ഒരുത്തനാണ് എങ്കിൽ ഈ നാട്ടിൽ ഇനി ഒരുത്തനും ഒരു പെണ്ണിനെയും പറ്റിക്കില്ലേ? അഥവാ പറ്റിക്കപ്പെട്ടാൽ ആ പെണ്ണിന് ഇനി നീതി കിട്ടുമോ? ഇല്ല. ഇപ്പൊ ഒരു പെണ്ണ് പീഡന പരാതിയും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോവുക, അല്ലെങ്കിൽ പരാതി കൊടുത്ത് അതിന്റെ അടുത്ത നടപടികൾ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ എന്തെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം ചോദ്യം ചെയ്യൽ ഫേസ് ചെയ്യേണ്ടി വരുമെന്നറിയാമോ? എനിക്കറിയുന്ന ഒരു സ്ത്രീ അവരുടെ മകളെ ഒരു ചെറുക്കൻ വഴിയിൽ നിന്ന് നിരന്തരം ശല്യം ചെയ്യുന്നു. അവൻ ഒരു സ്വഭാവശുദ്ധി ഇല്ലാത്ത ചെറുക്കൻ തന്നെയാണ്. ഒരിക്കലും ഒരു പെൺകുട്ടി ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കാത്ത തരത്തിലുള്ള ഒരു ചെറുക്കൻ വഴിയിൽ നിന്ന് ശല്യം ചെയ്യുന്നു. 2 പെൺകുട്ടികളുള്ള ഒരു അമ്മ, അച്ഛനില്ല. ആ അമ്മ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുകയാണ്, എന്റെ മകളെ ഈ പയ്യൻ ശല്യം ചെയ്യുന്നു എന്ന് പറഞ്ഞു. അമ്മയുടെ ഫോൺ നമ്പറും കൊടുത്തിട്ടാ വീട്ടിൽ വരുന്നത്. രാത്രി മുതൽ അവിടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഏതോ ഒരു പോലീസുകാരൻ മെസ്സേജ്. അല്ല, ഇതിന്റെ അകത്ത് വേറൊരു കാര്യമുണ്ട് ചേച്ചി. ഇപ്പൊ പറയുന്ന പോലെ നമ്മൾ പറയും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ഒരു സമൂഹം ഇരയ്ക്കൊപ്പമാണെന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ഞാനോ ചേച്ചിയോ ഒരു റേപ്പ് കേസിൽ നമ്മൾ പരാതിയുമായി പോയി കഴിഞ്ഞാൽ നമ്മൾ റേപ്പ് ചെയ്യപ്പെട്ടപ്പോൾ അനുഭവിച്ചതിനേക്കാൾ പെയിൻ ആയിരിക്കും ചില ചോദ്യങ്ങൾ. വെർബൽ റേപ്പ് അതിന്റെ 3 ഇരട്ടിയെങ്കിലും വരും വെർബൽ റേപ്പ് അനുഭവിക്കാൻ വരുന്ന. ആ ചോദ്യങ്ങൾ പറയാൻ ബുദ്ധിമുട്ട്, പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ചോദിക്കുന്ന ചോദ്യങ്ങൾ. അപ്പോ ഇത് ഒരിക്കലും ഒരു ഇരയ്ക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടോ ഇനി ഒരു ഇരയ്ക്ക് ഇതുപോലെ ഒരു അനുഭവം ഉണ്ടാകാതിരിക്കാനോ ഒന്നുമല്ല. ഇനിയും ഇതുപോലെ ഇവിടെ ഇതുപോലെ എന്നല്ല, ഇതിലപ്പുറമായിട്ടും സ്ത്രീകൾ അപമാനിക്കപ്പെടും, പുരുഷന്മാർ ട്രാപ്പിലാക്കപ്പെടും. ഇതെല്ലാം വെറും ഒരു രാഷ്ട്രീയ ഗിമ്മിക്ക് എന്നല്ലാതെ അതിനപ്പുറം ഒന്നുമില്ല. പിന്നെ രാഹുൽ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇതിൽ ശിക്ഷിക്കപ്പെടാനൊന്നും പോകുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലേ ചേച്ചി, അതിന്റെ അകത്ത് ഇന്ന് ആദ്യത്തെ പരാതിക്കാരിയായിട്ടുള്ള ഇര ഒരു പോസ്റ്റ് അതിന്റെ അകത്ത് ഇംഗ്ലീഷിലാണ് തർജ്ജമ ചെയ്യുമ്പോൾ കുഞ്ഞാറ്റ അമ്മ നിന്നെ അങ്ങേയറ്റം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു സാധനം. എനിക്ക് സത്യത്തിൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചിട്ട് ഞാൻ പറയുന്നു, ഇത് എന്താണ് രാഷ്ട്രീയ പകപോക്കലിന് അല്ലെങ്കിൽ ഒരു അമ്മയുടെ മനസ്സിൽ നിന്ന് വരുന്ന ആത്മാർത്ഥമായി വരുന്ന ഒരു പോസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നിയില്ല. അല്ലെങ്കിൽ ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്ന ആളുടെ മനസ്സിൽ നിന്ന് ആത്മാർത്ഥമായി തോന്നി വന്ന ഒരു പോസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം എന്താണ് ആ ഒരു പോസ്റ്റ് തന്നെ പറയുന്നത്, അവർ ആർക്കൊക്കെയോ വേണ്ടി എന്തൊക്കെയോ കുറെ കോട്ടുകളൊക്കെ എടുത്തു വെച്ച് നമ്മളിപ്പോ സാധാരണഗതിയിൽ ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരാള് മിഷൻ സക്സസ് എന്ന ഒരു ഇതല്ലേ തോന്നിയത്, ഒരു അല്ലെങ്കിൽ നമുക്കൊരു വൈകാരികമായി എന്താണ് പലരും പറയുന്നുണ്ട് അത് കണ്ടപ്പോ വൈകാരികമായി തോന്നി. എനിക്ക് പക്ഷെ ഒരു വൈകാരികതയും തോന്നിയില്ല. എന്താണ് അവരാഗ്രഹിച്ചു എന്തോ നടന്നു, എന്തോ ലക്ഷ്യത്തിലെത്തിയ പോലെയാണ് അവരുടെ ആ ഒരു പോസ്റ്റ്.